അത് തുറന്നു പറയുന്നത് തന്നെയല്ലേ മോനെ നല്ലത്? അല്ലമ്മേ, അല്ല. അമ്മ രുക്മിണി ചേച്ചിക്ക് വാക്ക് കൊടുത്തു പോയി. അതിലൊരു ചെറിയ തെറ്റുണ്ടെങ്കിലും വലിയൊരു ശരിയുണ്ട്. ആ വലിയ ശരി മനസ്സിലാക്കാനുള്ള കഴിവില്ലേ അച്ഛന്? എടി പ്രിയേ, നിന്റെ അച്ഛനെന്ന് പറഞ്ഞാലേ വെട്ടൊന്നും മുറി രണ്ടെന്നുള്ള പക്ഷക്കാരനാ. ഇത് കേട്ടാ അയാള് വെടികൊണ്ട കാട്ടാനെ പോലെ കിടന്നലറി പ്രശ്നങ്ങളുണ്ടാക്കും. ഈ വീട് പൊളിച്ചടുക്കും. പ്രത്യേക സ്വഭാവക്കാരനായോണ്ട് അച്ഛൻ മല വഴിക്ക് ഇറങ്ങി പോകാനും ചാൻസ്. ഇത്രയും വലിയൊരു സിറ്റുവേഷൻ മുന്നിൽ കണ്ട് അമ്മയ്ക്ക് പറയാതിരിക്കോ ചെയ്യാ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. അപ്പൊ പിന്നെ പറയണ്ടമ്മേ. ജയേട്ടൻ പറഞ്ഞ അത് 100% കറക്റ്റ് ആയിരിക്കും. എന്നാ പിന്നെ ഇപ്പൊ പറയണ്ട അല്ലേ? പറയാതിരിക്കുന്ന അമ്മയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും നല്ലതാണ്. അല്ല ചെയ്യാ, ഇത് പറയാൻ നീട്ടിക്കൊണ്ടു പോയാ ഒടുവിൽ അത് വലിയ പ്രശ്നമാവില്ലേ മോനെ? എന്ത് പ്രശ്നമേ? വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. ഒരയ്ക്ക് മീതെ വെള്ളം വന്നാ അതൊക്കെ മീതെ വെള്ളം. അതാണ് അതിന്റെ രീതി, അല്ലേ പ്രിയ? അതെ. മേഡം. രാജു ഉറങ്ങിയോ? ഇല്ല മേഡം, ഉറങ്ങിയില്ല. രാജു എന്താ ഉറങ്ങാത്തെ? അതിപ്പോ ഇങ്ങനെ ചോദിച്ചാ എന്ത് പറയാനാ? ഉറക്കം വന്നില്ല. എനിക്കും ഉറക്കം വരുന്നില്ല രാജു. മനസ്സിൽ നിറയെ പകല് നടന്ന കാര്യങ്ങള്. ആ ദീപകിന്റെ അടി കൊണ്ടതല്ലേ? രാജുവിന് വേദനയുണ്ടോ? അത് ശരി, അതോർത്തിട്ടാണോ മേഡത്തിന് ഉറക്കം വരാത്തത്? മേഡം സുഖമായിട്ട് ഉറങ്ങിക്കോ, എനിക്ക് ഒരു വേദനയില്ല. അത് രാജു എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നുണ പറയുന്നതല്ലേ? ഒരിക്കലും ഇല്ല മേഡം. ഞാൻ മേഡത്തിനോട് നുണ പറയേണ്ട ആവശ്യമുണ്ടോ? സത്യ പറഞ്ഞേ, എനിക്ക് ഒരു വേദനയില്ല. പാവം ആ കൊച്ചിന്റെ ഒരു സ്നേഹം. രാജുവിന് എന്തെങ്കിലും പറ്റിയ അതെനിക്ക് സഹിക്കാനാവില്ല രാജു. അതിന് എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. മേഡം സമാധാനത്തോടെ കിടന്നുറങ്ങ്. ശരി രാജു. എന്തായാലും രാജു രാവിലെ തന്നെ വരുമല്ലോ? വരും മേഡം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് രാജു. ഉണ്ടാവാം. ഇന്നെന്തോ ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നു. ഫുൾ നെഗറ്റീവായ രണ്ടെണ്ണം ദേ വരുന്നുണ്ട്. എന്താ ശേരേട്ടത്? അവര് ശ്രദ്ധിക്കും. തന്നെയല്ല, നമ്മൾ അവരെക്കാളും താഴ്ന്നു പോകും. പ്രവൃത്തി കാണുമ്പോ എങ്ങനെ പറയാതിരിക്കുക അമ്മി? എന്താ ശേഖര, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് എന്നോട് പറഞ്ഞൂടെ? എനിക്കൊന്നും പറയാനില്ലല്ലോ ചേച്ചി. അതല്ല, ഞങ്ങളെ കണ്ടപ്പോഴേ നീ നിന്റെ ഭാര്യയോട് രഹസ്യം പറയുന്നത് കേട്ടു. യാമി എന്റെ ഭാര്യയില്ലേ? ഇവളോടല്ലാതെ ഞാൻ മറ്റാരോട് രഹസ്യം പറയും ചേച്ചി? നീ കളിയാക്ക? അയ്യോ, ഒരിക്കലല്ലേ ചേച്ചി. ചേച്ചി തെറ്റിദ്ധരിച്ചതാ. ഒരമ്മയുടെ വയറ്റിൽ പിറന്നതാ നീയും ഞാനും. അത് നീ മറക്കണ്ട.
രാജു രാജു ദാ പ്രസാദം. അന്ന് വന്ന പെണ്ണിനെ ഇപ്പൊ യാതൊരു അടക്കോ ഒതുക്കോ ഒന്നുമില്ല. വീട്ടിനകത്ത് പരസ്യമായിട്ട് എന്തും ചെയ്യാനായോ? ആര് ചോദിക്കാൻ, ആരെ അനുസരിക്കാൻ? അതിന് ഋതുമോളെ എന്ത് അനുസരണക്കേട് കാണിച്ചു എന്നാ ചേച്ചി പറയുന്നേ? നീ കണ്ടില്ലേ? കണ്ടല്ലോ, രാജുവിന് നെറ്റി മോള് ഇത്തിരി പ്രസാദം ഇട്ട് കൊടുത്തു. അതാണോ ഇത്ര വലിയ തെറ്റ്? എടാ ശേഖര, കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാര് പോലും ചെയ്യില്ല ഇതൊക്കെ പരസ്യമായിട്ട്. അതായിരിക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ചേച്ചിയുടെ മകൻ ഒരു കൊച്ചിന്റെ അച്ഛനായത്. ശേഖര, എന്താ പ്രശ്നം? ഞാൻ രാജുവിന്റെ നെറ്റിയില് പ്രസാദം ഇട്ടു കൊടുത്തു. അത് അമ്മയെ എന്നെ വഴക്ക് പറയുന്നത്. അല്ലമ്മേ, ഞാൻ നിർത്ത്. വിശദീകരണമൊന്നും വേണ്ട.